നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് എറണാകുളം ജില്ലയിലെ മണിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് ആണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ മണിയുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് എന്റെ പഞ്ചായത്ത് പോകുന്നത്. ആരോഗ്യം, ഭവന നിർമ്മാണം, വിദ്യാഭ്യാസം, കാർഷികം തുടങ്ങി അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കുന്നതിൽ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് വിവിധ ഇനം പദ്ധതികളാണ്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി നിരവധി അംഗീകാരങ്ങളും പുരസ്കാരവുമാണ് പഞ്ചായത്ത് സ്വന്തമാക്കിയത്. വികസന നേട്ടങ്ങൾ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് പോൾ വർഗീസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ പോൾ വർഗീസ്. നമസ്കാരം. കാർഷിക മേഖലയ്ക്ക് പുതിയ ആശയങ്ങൾ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് മീനാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പ്രത്യേകിച്ച് സമരസ കൃഷികൾ ഉൾപ്പെടെ പ്രായോഗികമാക്കുന്നത് എങ്ങനെയാണ്? ക്ഷീരമേഖലയ്ക്കും മുതൽക്കൂട്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നടപ്പിലാക്കി വരുന്നത്? എറണാകുളം ജില്ലയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണ് മണിയുടെ ഗ്രാമപഞ്ചായത്ത്. 26.19 ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയുള്ള മണികളിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ കൃഷിയാണ്. 14,302 ജനസംഖ്യയുള്ള മണികളിൽ 1950 ഏക്കറോളം വരുന്ന കാർഷിക ഭൂമിയാണ് ഉള്ളത്. സമ്മിശ്രമായ കൃഷി രീതിയാണ് ഇവിടെ ഉള്ളത്. പ്രധാന കൃഷി റബ്ബറാണ്. അതോടൊപ്പം തന്നെ നാളികേരം, നെല്ല്, പൈനാപ്പിള് എന്നിവ പച്ചക്കറി അടക്കമുള്ളവ സാർവത്രികമായി കൃഷി ചെയ്യുന്നു. ജനങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമമെന്ന നിലയിൽ പണ്ടത്തെ ഉപതൊഴിലായി ക്ഷീരകൃഷി പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് മുഖ്യ കൃഷി ആയി ക്ഷീരകൃഷി മാറിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് മണിയുടെ കടന്നു പോകുന്നത്. നെൽകൃഷി അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ മണിയുടെ അനുദിനം നെൽകൃഷിയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ച് തരിശുരഹിത ഗ്രാമം എന്ന സങ്കല്പത്തിലേക്ക് എത്തുകയാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ 270 ഹെക്ടർ ഭൂമിയാണ് മണിയിൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് 120 ഹെക്ടറിൽ ഇത്തവണ നെൽകൃഷി വ്യാപിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്നുവെച്ചാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 30 ഹെക്ടറിൽ കൂടുതൽ ആയി കൃഷി കൊണ്ടുവരാൻ സാധിച്ചു എന്നത് വലിയ നേട്ടം തന്നെയാണ്. വിവിധ പദ്ധതികൾ നബാർഡിന്റെ സഹായത്തോടെ സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന 10 കോടി രൂപയുടെ മണിയുടെ പഞ്ചായത്ത് വികസന പദ്ധതികൾ പഞ്ചായത്ത് ഓരോ വർഷവും പഞ്ചായത്തിന്റെ പരിധിയിലുള്ള 14 പാടശേഖര സമിതികളിലായി വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കുക വഴി ആ സമിതികളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ മുഴുവൻ നെൽകൃഷിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാന പങ്ക് വഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് മീനാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പ്രത്യേകിച്ച് സമ്മിശ്ര കൃഷികൾ ഉൾപ്പെടെ പ്രായോഗികമാക്കുന്നത് നിരവധി പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും കാർഷിക മേഖലയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഒപ്പം തന്നെ ക്ഷീരമേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ, അതിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ പഞ്ചായത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണ് മീനാട് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവെക്കുകയാണ്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യ മേഖലയിലും എടുത്തു പറയേണ്ട വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും പഞ്ചായത്ത് സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഒന്ന് വിലയിരുത്താനാവുക? 18,302 ജനസംഖ്യയുള്ള മണികളിൽ 1972 സ്ഥാപിതമായ ഒരു PHS മാത്രമാണ് ചികിത്സാ രംഗത്ത് ഉള്ളത്. 3 സംവിധാനങ്ങൾ, അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും, 3ന്റെയും പ്രവർത്തനങ്ങൾ മണികളിലുണ്ട്. 72 സ്ഥാപിതമായ അലോപ്പതി ഇന്ന് ആ FHSC ആയി അപ്ഗ്രേഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച FHSCക്കുള്ള ആർദ്ര കേരള പുരസ്കാരം നേടിയ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമായി മണിയുടെ കുടുംബാരോഗ്യ കേന്ദ്രം മാറുകയാണ്. ഇപ്പോൾ ഈ വർഷത്തെ കായകൽപ്പ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മണിയുടെ FHSC ആണ് ജില്ലയിൽ, അത് ജില്ലാ തലത്തിൽ മാത്രമാണ് പൈസ ജില്ലയിൽ ഒന്നാമത് എത്തിയിട്ടുള്ളത്. മറ്റ് ചികിത്സാ സൗകര്യങ്ങളൊന്നുമില്ലാത്ത മണികളിൽ ഇവിടെ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കുന്ന ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഒപിയിൽ പ്രതിദിനം 280ഓളം രോഗികളാണ് വന്നു പോകുന്നത്. 4 ഡോക്ടർമാരെ ഗവൺമെന്റ് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും
പലവിധ സാഹചര്യങ്ങളിൽ പൂർണ്ണമായും അവരുടെ സേവനം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ, അതായത് കോൺഫറൻസ് ലീവ് അടക്കമുള്ള കാര്യം വരുമ്പോൾ പോരായ്മ പരിഹരിക്കുവാൻ വേണ്ടി പഞ്ചായത്ത് നാടുപണ്ടിൽ നിന്ന് പണം മുടക്കി ഒരു ഡോക്ടറെ കൂടി നിയമിച്ചുകൊണ്ട് ആരോഗ്യ രംഗത്ത് മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. FHSയോടനുബന്ധിച്ച് 3 ഉപകേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. ആ ഉപകേന്ദ്രങ്ങളും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ളതാണ്. 2019 ദേശീയ ഗുണനിലവാര ക്രൈറ്റീരിയ എൻക്വാസ് നേടിയ മണിയുടെ FHC ഇന്നും ആ എൻക്വാസ് നിലനിർത്തിക്കൊണ്ടുപോകുന്നു. മെച്ചപ്പെട്ട സേവനങ്ങളും അതോടൊപ്പം തന്നെ ആതുര ശുശ്രൂഷ പരിപാലന രീതികളും ഇവിടുത്തെ പ്രത്യേകതയായി മാറുകയാണ്. ഈ രംഗത്ത് എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഏറെക്കാട് ആയുർവേദ ഡിസ്പെൻസറി. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം NABHM അക്രഡിറ്റേഷൻ ലഭിക്കുക വഴി ഏറെക്കാട് ആയുർവേദ ഡിസ്പെൻസറിയും ചികിത്സാ രംഗത്ത് വലിയൊരു മുതൽക്കൂട്ടായി മാറുകയാണ്. 3 ഡോക്ടർമാരെ അവിടെ ലഭ്യമായത് വഴി ഒരുപാട് മെച്ചപ്പെട്ട സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകട്ടെ. ഇവിടെ ഈ NABHMന് കീഴിലേക്ക് വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് മുമ്പേ ഏറെക്കാട് ആയുർവേദ ഡിസ്പെൻസറിയിൽ പഞ്ചകർമ്മ അടക്കമുള്ള ചികിത്സാ മുറകൾ പഞ്ചായത്തിന്റെ പണവും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ പണവും ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കാൻ കഴിയുന്നത് എന്നത് ഏറെ ശ്ലാഘനീയമാണ്. അതോടൊപ്പം തന്നെ ഹോമിയോപ്പതി നെച്ചൂരിൽ പ്രവർത്തിക്കുന്ന മെയിൻ സെന്ററും അതോടൊപ്പം തന്നെ മണിയൂരിൽ പ്രവർത്തിക്കുന്ന ഉപസെന്ററും ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ രീതിയിൽ പോവുകയാണ്. ലക്ഷക്കണക്കിന് രൂപ പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ച് അവരുടെ സഹകരണവും അവരുടെ കൂട്ടായ്മയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ആരോഗ്യരംഗം മാതൃകാപരമായി മുന്നോട്ട് പോകുന്നത്. അലോപ്പതിയില് ഈ കായകൽപ്പ പുരസ്കാരം ജില്ലാതലത്തിൽ ലഭിച്ചതോടൊപ്പം തന്നെ ഈ വർഷം പുതുതായി ഏർപ്പെടുത്തിയ ആയുഷ് ചികിത്സാ രീതിയിൽ ഏറെക്കാട് ആയുർവേദ ഡിസ്പെൻസറിക്ക് ജില്ലയിലെ മികച്ച ആയുർവേദ ഡിസ്പെൻസറിക്കുള്ള കായകൽപ്പ പുരസ്കാരം 100 മാർക്ക് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ നേർരേഖയാണ്. തീർച്ചയായും അത്തരത്തിൽ ഈ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നിരവധിയായിട്ടുള്ള അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും അടക്കം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ പഞ്ചായത്തിന്റെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ പഞ്ചായത്തിലെ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എത്രത്തോളം എഫേർട്ടാണ് അതിനായി പഞ്ചായത്ത് എടുത്തിട്ടുള്ളത്? എങ്ങനെയാണ് ആ ഒരു പ്രവർത്തനങ്ങളെ വിലയിരുത്താനാവുക? മണിയുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭവന നിർമ്മാണ രംഗത്ത് സമ്പൂർണ്ണത കൈവരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പതിറ്റാണ്ടുകളായി നടന്നിരുന്ന EMS ഭവന പദ്ധതി അടക്കമുള്ള മറ്റു വിവിധങ്ങളായ ഭവന പദ്ധതികളുടെ ഒട്ടേറെ പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി ഗവൺമെന്റിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയിൽ പഞ്ചായത്തിലെ നടപ്പാക്കിയ സർവേ പ്രകാരം 223 കുടുംബങ്ങൾക്കാണ് സുരക്ഷിത ഭവനങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങളായി കണ്ടെത്തിയത്. ഭൂമി ഉണ്ടായിട്ടും വീട് കിട്ടാത്ത കുടുംബങ്ങളെ അവരിൽ 166 പേർക്ക് നമുക്ക് വീട് ലഭ്യമാക്കുവാൻ കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ ഭവന പദ്ധതി സ്ഥലത്തിന്റെയും മറ്റു പല പ്രശ്നങ്ങളുടെയും പേരിൽ അത് ഉടനെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഈ സാമ്പത്തിക വർഷം തന്നെ ആ ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒന്ന് എന്ന് പറയുന്നത് ഭൂരഹിത പുനരധിവാസ പദ്ധതി. ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി ഉണ്ടാക്കുവാൻ വേണ്ടി ഉള്ള പദ്ധതി, മനസ്സോടൊത്തിരി മണ്ണ് എന്ന് പറയുന്ന പോലുള്ള പദ്ധതികളൊക്കെ പുറത്തിറങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ 100ഓളം ഗുണഭോക്താക്കളാണ് ഭൂരഹിത ഭവനരഹിതരായിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഏതാണ്ട് 45ഓളം കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തി വീട് ലഭ്യമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെയും പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ആവിഷ്കരിച്ച മനസ്സോടൊത്തിരി മണ്ണ് ക്യാമ്പയിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മണിയൂരിൽ ആ ക്യാമ്പയിൻ മുന്നോട്ട് പോയപ്പോൾ ഒരു പ്രവാസി മലയാളി മണിയുടെ ഗ്രാമപഞ്ചായത്തിൽ കടന്നു വന്ന് അദ്ദേഹം 50 സെന്റ് സ്ഥലം മെയിൻ റോഡ് സൈഡിൽ വാങ്ങിയതിനു ശേഷം അതിനകത്ത് 25 സെന്റ് സ്ഥലം മണിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ സൗജന്യമായി നൽകുകയും അവിടെ ഈ പറയുന്ന ഭൂരഹിതരായ ഭവനരഹിതരായ നിരാലംബരായ കുടുംബങ്ങളെ അധിവസിപ്പിക്കുവാൻ വേണ്ടി 6 വീടുകൾ ഏതാണ്ട് 1.5 കോടി രൂപ മുടക്കി 6 വീടുകൾ നിർമ്മിച്ച് ഹൗസിംഗ് പ്ലോട്ടുകൾ ഉണ്ടാക്കി 6 കുടുംബങ്ങൾക്ക് അത്താണി കൊടുക്കുവാൻ മറ്റേ 1.5 കോടി രൂപ വീടിന്റെ ചെലവും അതോടൊപ്പം തന്നെ ലാൻഡ് ഉൾപ്പെടെ 2.5 കോടിയോളം രൂപ ആ മനസ്സോടൊത്തിരി മണ്ണ് എന്ന ക്യാമ്പയിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പാക്കിയ ആ സംഭവം വളരെ കൃതാർത്ഥതയോടെ ഞാനിവിടെ സ്മരിക്കുകയാണ്. ഒപ്പം തന്നെ ബാക്കി ഉള്ള ആളുകൾ കൂടി അടിയന്തരമായി ഈ ഭൂരഹിത വാസ പദ്ധതിയിൽ വീട് ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലെ ആദ്യത്തെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച പഞ്ചായത്ത് കൂടിയാണ് മീനാട്. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി തുടക്കം മുതൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഇപ്പോഴും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കി വരുന്നത്? ഒരു ഗ്രാമീണ പ്രദേശം എന്ന നിലയിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാട് കുടിക്കുവാൻ ശുദ്ധമായ വെള്ളം, ശ്വസിക്കുവാൻ ശുദ്ധമായ വായു, കഴിക്കുവാൻ കലർപ്പില്ലാത്ത ഭക്ഷണം, മനുഷ്യന്റെ മൗലിക അവകാശങ്ങളിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 വാക്യങ്ങളായി ഇതിനെ ഞങ്ങൾ കാണിക്കുക.
ഇവിടെ ആണ് മാലിന്യമുക്ത കേരളം എന്ന ക്യാമ്പയിൻ സംസ്ഥാന ഗവൺമെന്റ് ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അതിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് വളരെ ബഹുദൂരം മുന്നോട്ട് പോയി മണിയടിനെ സംസ്ഥാനത്ത് 3ാമത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി, എറണാകുളം ജില്ലയിൽ 1ാമത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി മാലിന്യമുക്ത ഗ്രാമമായി പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പഞ്ചായത്തിന് കഴിഞ്ഞു. അനവധി പദ്ധതികളാണ് ആ രംഗത്ത് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇവിടെ എടുത്തു പറയത്തക്ക പ്രവർത്തനം എന്ന് പറയുന്നത് 13 വാർഡുകളുള്ള മണികളിൽ 26 ഹരിതകർമ്മസേന അംഗങ്ങളെ വിന്യസിച്ചുകൊണ്ട് വാതിൽപ്പടി സേവനം ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പൊതുജനങ്ങളുടെയും അതോടൊപ്പം തന്നെ NGOസിന്റെയും വിദ്യാർത്ഥികളുടെയും കുടുംബശ്രീയുടെയും നാനാ തരത്തിൽപ്പെടുന്ന ആളുകളെ കോർത്തിണക്കിക്കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു വികസന സമീപനമാണ് ഈ മാലിന്യമുക്ത ക്യാമ്പയിന്റെ ചൂട് പിടിച്ചുകൊണ്ട് പഞ്ചായത്ത് ആവിഷ്കരിച്ചത്. ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുവാൻ പഞ്ചായത്തിലെ 4700 വരുന്ന വാസഗൃഹങ്ങളിൽ ഉപാധികൾ ലഭ്യമാക്കുക എന്നതാണ് ആദ്യഘട്ടമായി ചെയ്തത്. ബയോബിന്നുകൾ, ബയോഗ്യാസ് പ്ലാന്റുകൾ, ജൈവ പോട്ടുകൾ അടക്കമുള്ള സാധന സാമഗ്രികൾ വീടുകളിൽ ലഭ്യമാക്കി വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അവിടെ തന്നെ ഉറവിടത്തിൽ സംസ്കരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് നാം ജൈവ മാലിന്യ സംസ്കരണത്തെ കൊണ്ടുപോയി. മറ്റൊന്ന് ഖരമാലിന്യങ്ങൾ, മറ്റ് അജൈവ മാലിന്യങ്ങൾ അത് പ്ലാസ്റ്റിക് അടക്കമുള്ളവ വാതിൽപ്പടി സേവനത്തിലൂടെ കളക്ട് ചെയ്യുകയും അല്ലാത്തവ സ്പെഷ്യൽ ക്യാമ്പ് വഴി കളക്ട് ചെയ്യുകയും വഴി കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ 2 സാമ്പത്തിക വർഷങ്ങളിലായി മണികളിൽ നിന്ന് കയറ്റി അയച്ച മാലിന്യത്തിന്റെ തോത് എന്ന് പറയുന്നത് 170 ടണ്ണാണ്. ഈ 26.19 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയിൽ ചിതറിക്കിടക്കേണ്ട മണ്ണിനെയും ജലത്തെയും വായുവിനെയും മലിനമാക്കുന്ന ഈ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി കളക്ട് ചെയ്ത് അതിൽ ഈ മാലിന്യങ്ങൾ, റിസാർഡ് മാലിന്യങ്ങൾ, കുപ്പി, ചെരുപ്പ്, ബാഗ്, തുണി അടക്കമുള്ള മുഴുവൻ മാലിന്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റാത്ത മാലിന്യങ്ങൾ എന്ന് പറയുന്നത് ടൈലിന്റെയും ഗ്രാനൈറ്റിന്റെയും വേസ്റ്റ്, മറ്റൊന്ന് മറ്റേ ഡയപ്പറും സഖിയും അതോടൊപ്പം തന്നെ പാടും അടക്കമുള്ള കാര്യങ്ങൾ, അതും കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലേക്കാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ശുചിത്വപൂർണമായ ഒരു ഗ്രാമമാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തില് സംസ്ഥാനത്ത് ഒരു മോഡൽ പ്രോജക്ട്, പൈലറ്റ് പ്രോജക്ട് വന്നിരുന്നു, ലഹരി രഹിത ഇടം ക്യാമ്പയിൻ. ആ ലഹരി രഹിത ഇടം പദ്ധതിയുടെ ഭാഗമായി 2023 തുടക്കം കുറിച്ച ആ പദ്ധതിയുടെ അതായത് IOCയുടെയും അതോടൊപ്പം തന്നെ HMIയുടെയും ആക്കിയ ആഭിമുഖ്യത്തിൽ നടപ്പാക്കിയ പദ്ധതിയിലൂടെ പഞ്ചായത്തിലെ 2000-ഓളം സഹോദരിമാർക്ക് ഈ പറയുന്ന ഷിക്കപ്പടക്കമുള്ളവ കൊടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അത്തരം മാലിന്യങ്ങളുടെ തോത് കുറച്ചുകൊണ്ട് വരിക വഴി മാലിന്യമുക്തമായ ശുചിത്വപൂർണമായ ഒരു ഗ്രാമത്തിലേക്ക് ആണ് മണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ വാർഡുകളിലും ശുചിത്വ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് കുടുംബശ്രീയെയും ഹരിതകർമ്മസേനയെയും ചേർത്ത് നിർത്തിയുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. 13 വാർഡുകളിലായി 26 മിനി MCFകളും മേജർ MCF സംഗ്ലൈസ് ചെയ്തു. അതോടൊപ്പം തന്നെ അവർക്ക് മാലിന്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങൾ, 26 ബോട്ടിൽ ബൂത്തുകൾ, 26 പേപ്പർ ബൂത്തുകൾ, എല്ലാ പ്രദേശങ്ങളിലും മാലിന്യം സംഭരിക്കുവാനും അതോടൊപ്പം തന്നെ അതോടൊപ്പം എടുത്തുകൊണ്ടുപോകാനും ഉതകുന്ന ഉപാധികളെല്ലാം നൽകിക്കൊണ്ട് ക്ലീൻ ആൻഡ് ഗ്രീൻ മണിയുടെ എന്ന കൺസെപ്റ്റിലേക്കാണ് പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും സന്തോഷത്തോടെ പറയാനുള്ളത്, നമുക്ക് നിലവിലുള്ള MCFില് ബെയിലിംഗ് സ്റ്റീലും സോർട്ടിംഗ് ടേബിളും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും വർദ്ധിച്ചു വരുന്ന മാലിന്യത്തിന്റെ അളവ് കണക്കിലെടുത്തുകൊണ്ട് ഇത് ഏറ്റവും ഭംഗിയായ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് നേരത്തെ MCF നിർമ്മാണത്തിനായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ താല്പര്യമെടുത്ത് 50 സെന്റ് സ്ഥലം PBIPയുടേത് പഞ്ചായത്തിന് ലഭ്യമാക്കിയിട്ടുണ്ട്. ആ സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ മേജർ MCFിനുള്ള നോട്ടം ഏതാണ്ട് 1 കിലോമാക്കി ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത്. തീർച്ചയായും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത്, മഴക്കാലമാണ് നമുക്ക് മുന്നിലുള്ളത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിച്ചത്? പ്രത്യേകിച്ച് പകർച്ചവ്യാധി രഹിത പഞ്ചായത്ത് കൂടിയാണല്ലോ മണിയുടെ. ആരോഗ്യമുള്ള ഒരു ജനതയാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രാമമാണ് മണിയത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കുക വഴിയാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ആരോഗ്യ രംഗത്തെ മികവ് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞത്. ഈ സാമ്പത്തിക വർഷം ആരംഭിച്ച ഏപ്രിൽ മാസത്തിൽ തന്നെ മഴ എന്ന ചൂട് പിടിച്ചുകൊണ്ട് 13 വാർഡുകളിലും വാർഡുതല ശുചിത്വ സമിതികളെ കാര്യക്ഷമമാക്കി ഫണ്ട് അനുവദിക്കുന്ന മുമ്പായി പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്ന് 10,000 രൂപ വീതം എല്ലാ വാർഡുകൾക്കും മുൻകൂട്ടി പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചുകൊണ്ട് വാർഡുതല ശുചിത്വ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ശുദ്ധജലം ലഭ്യമാക്കുവാൻ പഞ്ചായത്തിലെ കണക്കുകൾ പ്രകാരം 4400-ഓളം ശുദ്ധജല കിണറുകളാണ് പഞ്ചായത്തിലുള്ളത്. അതിനെ ക്ലോറിനേഷൻ നടത്തി ശുദ്ധജല സ്രോതസ്സുകളാക്കി അവയെ മാറ്റുവാനും ഒപ്പം തന്നെ ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ മണിയുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി ലാബുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആ ഗുണനിലവാര പരിശോധനാ ലാബിലൂടെ
പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾ ഉപയോഗിക്കുന്ന ജലം ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ ചെറുത്ത് നിർത്തുവാൻ കൊതുകടക്കമുള്ള സാധന സാമഗ്രികളെ നശിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്, ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്, കൊതുകുജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള നടപടികൾ മറ്റൊരു ഭാഗത്ത്. അപ്പൊ അങ്ങനെ സമ്മിശ്രമായ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ പബ്ലിക് ഹെൽത്തിനെയും അതോടൊപ്പം തന്നെ കുടുംബശ്രീയെയും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുക വഴി പകർച്ചവ്യാധിരഹിത ഗ്രാമമായി മണീടിനെ നാളിതുവരെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കണമെന്ന ഒരു ചിന്തയും വിശ്വാസവുമാണ് ഞങ്ങൾക്ക് ഉള്ളത്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് റോഡ്, വഴിവിളക്ക് എന്നിവയെല്ലാം തന്നെ കൃത്യമായി സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അതിന്റെ എല്ലാം നവീകരണം കൃത്യമായി ചെയ്യാൻ പഞ്ചായത്തിന് ആയിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ കുടിവെള്ളം അടക്കമുള്ള ശുദ്ധജല വിതരണം അടക്കം പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? ഗ്രാമീണ മേഖല എന്ന നിലയിൽ ഒരു നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ്. 259 റോഡുകളുള്ള മണീടിൽ 140 കിലോമീറ്റർ ഗ്രാമീണ റോഡുകളാണ് പഞ്ചായത്തുള്ളത്. അഭിമാനത്തോടെ പറയാൻ കഴിയും, ഈ 140 കിലോമീറ്റർ റോഡും ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയ റോഡുകളാക്കി മാറ്റാൻ കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ ഈ മഴ കനത്തതോടെ ഗ്രാമീണ റോഡുകളിൽ ചില റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് അല്പം അസൗകര്യം വന്നിട്ടുണ്ട്. എങ്കിലും അതെല്ലാം നന്നാക്കിയെടുക്കുവാൻ വേണ്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതിക്ക് പണം മാറ്റിവെച്ച് വർക്ക് നടപടികൾ പുരോഗമിക്കുകയാണ്. മഴ മാറുന്ന മുറയ്ക്ക് മോശപ്പെട്ട ചില റോഡുകൾ കൂടി അത് റീടാർ ചെയ്ത് അറ്റകുറ്റപ്പണി ചെയ്യുക വഴി 140 കിലോമീറ്റർ റോഡും ഏറ്റവും ഭംഗിയായ നിലവാരത്തിലേക്ക് എത്താൻ കഴിയും. പഞ്ചായത്തിൽ 20 കിലോമീറ്റർ PWD റോഡുകളാണുള്ളത്. ആ 20 കിലോമീറ്റർ PWD റോഡും BMDC നിലവാരത്തിൽ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയ റോഡുകളാണ്. അതിൽ 2 പ്രധാനപ്പെട്ട റോഡുകൾ ഇപ്പോൾ മോശമാണ്. മണ്ണീട് മീൻപാറ റോഡ് 6 കിലോമീറ്റർ അടക്കമുള്ള മോശപ്പെട്ടു കിടക്കുന്നു. അതിന് 5 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഈ മഴ മാറുന്ന മുറയ്ക്ക് ആ റോഡും ആ BMDC നിലവാരത്തിൽ റീടാർ ചെയ്ത് നടപ്പാക്കുക വഴി 20 കിലോമീറ്റർ PWD റോഡും ഏറ്റവും ഭംഗിയായ രീതിയിൽ ആക്കിയെടുക്കാൻ കഴിയും. 15 കിലോമീറ്റർ PMGSY റോഡാണ് പഞ്ചായത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 3 കിലോമീറ്റർ റോഡ് നേമകം ആരക്കുന്ന റോഡ് 3 കിലോമീറ്റർ 2 വർഷമായി അനുവദിച്ചെങ്കിലും അതിന് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇപ്പോൾ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസം അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ മഴ മാറുന്ന മുറയ്ക്ക് ആ 3 കിലോമീറ്റർ റോഡ് PMGSY നല്ല നിലയിൽ ടാർ ചെയ്ത് ആ റോഡ് നമുക്ക് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയും. മറ്റൊന്ന് വെട്ടിക്കൽ, അതോടൊപ്പം തന്നെ മടക്കൽ കടവ് റോഡ് 12 കിലോമീറ്റർ റോഡാണ്. അതിന്റെ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ പകുതി ഭാഗം എന്ന് പറയുന്ന ടാറിംഗ് കഴിഞ്ഞ് ബാക്കിയുള്ള പ്രദേശങ്ങളും അതിന്റെ ടാറിംഗ് പ്രവർത്തനങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. അത് അത്തരത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 60ഓളം റോഡുകൾ, ഇടവഴികൾ കട്ടയിട്ട് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കാൻ കഴിഞ്ഞു. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 36 കുളങ്ങൾ പഞ്ചായത്തിലുണ്ട്, പൊതുജലാശയങ്ങൾ. അതെല്ലാം നന്നാക്കി തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തി സംരക്ഷിച്ചു നിർത്തുവാനുള്ള ശ്രമത്തിലേക്ക് പഞ്ചായത്ത് വന്നിട്ടുണ്ട്. പഞ്ചായത്തിലെ സ്കൂൾ കെട്ടിടങ്ങൾ അതെല്ലാം മനോഹരമായി പുനർനിർമ്മിച്ച് അത്തരത്തിൽ പോകുന്നു. അംഗനവാടി കെട്ടിടങ്ങൾ അതെല്ലാം ഏറ്റവും നല്ല നിലയിലേക്ക് എല്ലാ സ്മാർട്ട് അംഗനവാടികളാക്കി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് നടപ്പാക്കി വരുന്നത്. നടപ്പാതകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ള ആ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും ഗുണകരമാകുന്ന തരത്തിലേക്ക് നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. വഴിവിളക്കുകളുടെ കാര്യത്തില് MP-യുടെയും MLA-യുടെയും എല്ലാം പ്രാദേശിക വികസന ഫണ്ടുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഹൈമാസ് ലൈറ്റുകളും മിനി ഹൈമാസ് ലൈറ്റുകളും പഞ്ചായത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലത് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുകൊണ്ട് അത് ടെൻഡർ ചെയ്ത് അതിന്റെ നടപടിയിലേക്ക് വരികയാണ്. പഞ്ചായത്തിൽ ഏതാണ്ട് 1500ഓളം സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അതിന്റെ മെയിൻ്റനൻസ് കൃത്യമായി ആ സമയങ്ങളിൽ നടപ്പാക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ മോശമാകുന്നത് കഴിയത്തില്ല. എങ്കിൽ പോലും ആ വഴിവിളക്കുകളും സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് സഞ്ചാര സൗകര്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലേക്ക് വരുന്നുണ്ട്. ഈ വർഷം പുതുതായി ഏതാണ്ട് 200ഓളം ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയും ഏറ്റെടുത്ത് അതിന്റെ നടപടികളിലേക്ക് പഞ്ചായത്ത് ഇറക്കുകയാണ്. ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം വഴി, വെള്ളം, വെളിച്ചം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി എത്തിക്കാനുള്ള ശ്രമത്തിലേക്കാണ് പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കുടിവെള്ളത്തിന് പഞ്ചായത്ത് മുഖ്യമായും ആശ്രയിക്കുന്നത് കിണറുകളെ ആണെങ്കിൽ പോലും ഉയർന്ന പ്രദേശങ്ങളിൽ ജലം എത്തിക്കുവാൻ കേരള വാട്ടർ അതോറിറ്റിയുടെ സേവനത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വെള്ളത്തിന്റെ ഉത്പാദനത്തിൽ ജലജീവൻ പദ്ധതി സാവധാനം നീങ്ങുന്നെങ്കിൽ പോലും MP-യുടെയും MLA-യുടെയും സഹകരണത്തോടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള 2 പദ്ധതികളിലൂടെ 2 MLD വെള്ളം പ്രതിദിനം അധികമായി ഉത്പാദിപ്പിക്കുക വഴി കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ 100% സ്വയം പര്യാപ്തത കൈവരിച്ചില്ലെങ്കിൽ പോലും ഏകദേശം നമുക്ക് ക്ഷാമം കൂടാതെ പോകാൻ കഴിയുന്ന തരത്തിലേക്ക് മണീടിനെ എത്തിക്കാൻ കഴിയുക എന്നത് ഞങ്ങൾ ഏറെ സംതൃപ്തിയോടെ ഓർക്കുകയാണ്. തീർച്ചയായും
നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക മേഖല, ശുചിത്വം, ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിലെല്ലാം നടപ്പിലാക്കി വരുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയ്ക്കും അതിലേറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ. ഈ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് സ്മാർട്ട് അംഗനവാടികളാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നു വരികയാണല്ലോ. മണിയുടെ ഗ്രാമപഞ്ചായത്തില് 4 LP സ്കൂളുകൾ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് 4 LP സ്കൂളുകളാണുള്ളത്. 2 UP സ്കൂളുകളും, ഒരു ഹയർ സെക്കൻഡറി, ഒരു VHC, ഒരു +2, അങ്ങനെ ഉള്ള 6-7 സ്കൂളുകൾ മാത്രമാണ് ഈ പഞ്ചായത്തില് നിലവിൽ ഉള്ളത്. മറ്റു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും തന്നെയില്ല. ആകെയുള്ളത് മറ്റൊരു ഗവൺമെന്റ് ITI ആണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം, ഇവിടുത്തെ എടുത്തു പറയേണ്ട പ്രത്യേകത, ഈ സ്ഥാപനങ്ങളെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടതാണ് എന്നതാണ്. ഇപ്പോ ആസാദ് LP സ്കൂള് മറ്റേ പതിറ്റാണ്ടുകൾക്കപ്പുറം, ഏതാണ്ട് 70 വർഷങ്ങൾക്കപ്പുറം സ്ഥാപിതമായതാണ്. ആ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും MLA എല്ലാം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ കെട്ടിട സമുച്ചയം പടുത്തുയർത്തുവാനും ആ സ്കൂളിനെ സ്മാർട്ട് സ്കൂളാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ഇരിപ്പിട സൗകര്യങ്ങളും കമ്പ്യൂട്ടർ ലാബ് അടക്കമുള്ള സൗകര്യങ്ങളും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹകരണത്തോട് നിർമ്മിച്ച മുറി അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഒരു സ്മാർട്ട് സ്കൂളാക്കുവാൻ അതിനെ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഏഴക്കനാട് UPS ആണ്. LPയും UPയും ഉൾക്കൊള്ളുന്ന ആ സ്കൂളിൽ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ട് 5 ലക്ഷം ലഭ്യമായിട്ട് അതും പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ കോമ്പൗണ്ട് വാളും മുറ്റം ടൈലറിംഗിലടക്കമുള്ള ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തി ഏറ്റവും മനോഹരമായ തരത്തിലേക്ക് ആ സ്കൂൾ മാറുന്നുണ്ട്. നെച്ചൂർ LP സ്കൂള് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. 9 കുട്ടികളായി 3 വർഷം മുമ്പ് ചുരുങ്ങി ഹോട്ടലിന്റെ വക്കൽ എത്തി നിന്ന സ്കൂളാണ് നെച്ചൂർ LP സ്കൂള്. പഞ്ചായത്തും അതോടൊപ്പം തന്നെ PTA അവിടുന്ന് നാട്ടുകാരും ഒത്തൊരുമിച്ച് ഒരു ക്യാമ്പയിന്റെ ഭാഗമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അഭിമാനത്തോടെ കേരളത്തിന് തന്നെ മാതൃകയായി പറയാൻ കഴിയും. 42 കുട്ടികളിലേക്ക്, 9-ൽ നിന്ന് 42-ലേക്ക് ഒരു LP സ്കൂളിന്റെ സ്ട്രെങ്ത് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞത് വലിയ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ, അവിടെ കുട്ടികളുടെ വിജ്ഞാന വിനോദോപാധികൾക്ക് ഉതകുന്ന തരത്തിലുള്ള പാർക്കുകൾ, അതോടൊപ്പം തന്നെ ഇരിപ്പിട സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി ലക്ഷക്കണക്കിന് രൂപ മുടക്കി അടിസ്ഥാന സൗകര്യം ഒരുക്കുക വഴി അവിടുത്തെ അധ്യാപകരും PTയും എല്ലാം യോജിച്ചതുകൊണ്ട് മെച്ചപ്പെട്ട ഒരു ക്രമം അവിടെ ഉണ്ടാക്കുക വഴി നെച്ചൂർ LP സ്കൂള് വിജയത്തിന്റെ ഒരു വലിയ മാതൃകയായി മാറുകയാണ്. മണിയുടെ LP സ്കൂൾ പിറവം സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മണിയുടെ LP സ്കൂളും ഈ തരത്തിലാണ്. അതിന് കോമ്പൗണ്ട് വാൾ അടക്കമുള്ള അല്ലെങ്കിൽ മറ്റു കെട്ടിട സമുച്ചയങ്ങൾ അടക്കമുള്ളവ പൂർത്തീകരിക്കാൻ പഞ്ചായത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ആസ്തിയാർന്ന ഫണ്ടിൽ നിന്ന് 4 ക്ലാസ് റൂമുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള 80 ലക്ഷം രൂപയുടെ വർക്ക് ടെൻഡർ ചെയ്ത് എഗ്രിമെന്റ് വെച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. SSCയുടെ 2 ക്ലാസ് റൂമുകളും അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ ഓടുമേഞ്ഞ ആ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റി മനോഹരമായ കെട്ടുറപ്പുള്ള കെട്ടിടങ്ങളിലേക്ക് ഈ പറയുന്ന പ്രൈമറി വിദ്യാഭ്യാസ രംഗം സമൂലമായി മാറുകയാണ്. മണിയുടെ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ഹൈസ്കൂൾ പ്രവർത്തിച്ചിരുന്ന ബ്ലോക്ക് ഓടിട്ട് അത്ര ഉറപ്പില്ലാത്ത ബ്ലോക്ക് ആവുകൊണ്ട് അതിന് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് സത്വരമായ ഇടപെടൽ നടത്തി 3 കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മണിയുടെ ഹൈസ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ വിദ്യാഭ്യാസ മേഖലയില് പഞ്ചായത്തിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ മറ്റേ സ്കൂളുകളും ഇത്തരത്തിൽ മെച്ചപ്പെട്ട സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട്. പഞ്ചായത്തിനായി പ്രവർത്തിക്കുന്ന ITI അത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ പരിശ്രമത്തിന്റെ ഫലമായി 3 നിലകളിലായി മനോഹരമായ കെട്ടിട സൗകര്യങ്ങളുള്ള കൂടുതൽ ഗ്രേഡുകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യമുള്ള ഏറ്റവും മാതൃകാപരമായ ഒരു ITI ഏഴനാട് ITI മാറിയിട്ടുണ്ട്. 17 അംഗനവാടികൾ പഞ്ചായത്തിലുണ്ട്. 16 അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടമായി കഴിഞ്ഞു. സ്മാർട്ട് അംഗനവാടികളാണ് പഞ്ചായത്ത് ഘോഷിക്കുന്നത്. അത് എല്ലാ അംഗനവാടികളിലും കെട്ടിട സൗകര്യങ്ങളോടൊപ്പം തന്നെ ഇന്റർനെറ്റ് കണക്ഷനും അതോടൊപ്പം തന്നെ പ്രൊജക്ടർ, സ്ക്രീന്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നൂതനമായ വിദ്യാഭ്യാസ സംവിധാനത്തെയും അറിവുകളെയും കുഞ്ഞുങ്ങളിലേക്ക് പകരുവാനുള്ള ഒരു ശ്രമമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പഞ്ചായത്ത് അനുവർത്തിച്ചു വരുന്നത്. മാത്രമല്ല 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്ക് പ്രൈമറിയും പഠിക്കുന്ന കുട്ടികളെ മുഴുവൻ സ്മാർട്ട് ഇരിപ്പിടങ്ങൾ ഒരുക്കി അവര് ഞാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും അവരെല്ലാം ഈ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവോടെ അവരെ ഏറ്റവും ഭംഗിയായ രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത്. എറണാകുളം ജില്ലയിലെ മണിയുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം പങ്കുവച്ചത്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ പോൾ വർഗീസ്. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.